നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഥോത്സവമായ ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ രഥയാത്രയുടെ ഈ വർഷത്തെ അവസാന ദിനമാണ് ഇന്ന്. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ദ്വിതീയ മുതൽ ദശമി വരെയാണ് ഉത്സവം നീണ്ടു നിൽക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും കംസന്റെ ക്ഷണപ്രകാരം രഥത്തിൽ മഥുരയിലേക്ക് പുറപ്പെടുന്ന യാത്രയാണ് ഭക്തർ ആഘോഷിക്കുന്നത്. കംസനെ വധിച്ച ശേഷം ഈ രഥത്തിലിരുന്ന് മഥുരാനിവാസികൾക്കേവർക്കും ഭഗവാൻ ദർശനം നൽകി എന്നാണ്. ഈ കഥ കേട്ട നാരദൻ, ഇതേ രീതിയിൽ തന്നെ എന്നും ഇവിടെ ദർശനം നൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ബലരാമനെയും ശ്രീകൃഷ്ണനെയും സഹോദരിയായ സുഭദ്രയെയും അനുഗ്രഹിക്കുന്നു. നാരദന്റെ ആഗ്രഹപ്രകാരം ഇവർ മൂവരും എന്നേക്കുമായി പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ തന്നെ വസിക്കുന്നു എന്നാണ് വിശ്വാസം. പുരിയുടെ രാജാവായിരുന്ന ഇന്ദ്രയുപ്ന രാജാവ് ഈ 3 പേരുടെയും തടി കൊണ്ടുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാനായി ദേവശില്പി വിശ്വകർമാവിനെ വരുത്തിച്ചു. ശില്പനിർമ്മാണത്തിനിടെ തന്നെ ആരും ശല്യം ചെയ്യരുതെന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അക്ഷമനായ രാജാവ് ഇടയ്ക്ക് വാതിൽ തുറന്നു നോക്കുകയും വിശ്വകർമാവ് നിർമ്മാണം നിർത്തി അപ്രത്യക്ഷനാവുകയും ചെയ്തു. അതിനാൽ പണി തീരാത്ത ശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. 12 വർഷത്തിലൊരിക്കൽ ഈ ശില്പങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. പൂർത്തിയാക്കാത്ത ശില്പങ്ങൾ തന്നെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ജനക്പൂർ മുതൽ പുരി ജഗന്നാഥ ക്ഷേത്രം വരെ ഈ വലിയ രഥം വിശ്വാസികൾ വലിച്ചുകൊണ്ടു പോകുന്നു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഭഗവാൻ എത്തി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നു എന്നാണ് വിശ്വാസം. ഭക്തിപൂർവം ഈ രഥോത്സവത്തിൽ പങ്കെടുക്കുകയും രഥം വലിക്കാൻ ഉപയോഗിക്കുന്ന വടത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം.